ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെ-സ്മാർട്ട് വന്നിട്ടും ചില ഉദ്യോഗസ്ഥർ അഴിമതിക്ക് ശ്രമിക്കുന്നു എന്ന് മന്ത്രി MP രാജേഷ്. മതസൗഹാർദ്ദം നിലനിർത്താൻ കൂട്ടായ ഇടപെടലുകൾ വേണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വഴിയോര കച്ചവടക്കാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. 1952 പേർക്കാണ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തത്. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിവിരുദ്ധ സന്ദേശവും നടത്തി കാജു കാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. കെ-സ്മാർട്ട് വന്നിട്ടും ചില ഉദ്യോഗസ്ഥർ അഴിമതിക്ക് ശ്രമിക്കുന്നു എന്ന് മന്ത്രി MP രാജേഷ്. കോഴിക്കോട് കോർപ്പറേഷന്റെ അതിദരിദ്രരില്ലാത്ത പദ്ധതിയുടെ ഭാഗമായുള്ള താക്കോൽ ദാനം വിതരണം നടത്തുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓൺലൈൻ സേവനങ്ങൾക്കായി കെ-സ്മാർട്ട് വന്നെങ്കിലും അപൂർവം ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും അഴിമതിക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് മന്ത്രി MP രാജേഷ്. ഇത് അനുവദിച്ചു കൊടുക്കരുതെന്നും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ അതിദരിദ്രരില്ലാത്ത പദ്ധതിയുടെ ഭാഗമായുള്ള താക്കോൽദാന വിതരണം നടത്തുകയായിരുന്നു മന്ത്രി. മറ്റു സംസ്ഥാനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ വിപ്ലവമാണ് കെ-സ്മാർട്ടിലൂടെ കേരളത്തിലുണ്ടായത്. സർക്കാർ ഓഫീസുകളിലെ മേശയ്ക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട സാഹചര്യം ഇനി ജനങ്ങൾക്ക് ഉണ്ടാകില്ല. എല്ലാ സേവനങ്ങളിലും ഓൺലൈനിലൂടെ മാത്രം നടക്കുന്നതിനാൽ കാലക്രമേണ ജനങ്ങൾ കയറാത്ത ഓഫീസായി ഇവ മാറണമെന്നും മന്ത്രി പറഞ്ഞു. മറ്റു വകുപ്പുകളുടെ റവന്യൂ ഉൾപ്പെടെ മറ്റു വകുപ്പുകളുടെ എല്ലാം കൈവശമുള്ള സർക്കാർ ഭൂമി, ആ സർക്കാർ ഭൂമി കണ്ടെത്തി അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പതിച്ചു കൊടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകുന്ന സുപ്രധാനമായ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ മന്ത്രിസഭ കൈക്കൊള്ളുകയുണ്ടായി. കോർപ്പറേഷൻ പരിധിയിലെ അതിദരിദ്രർക്ക് സുസ്ഥിരമായ വാസസ്ഥലം ഒരുക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ കല്ലുത്താൻ കടവിലെ 32 ഫ്ളാറ്റ് യൂണിറ്റുകളുടെ താക്കോൽ കൈമാറ്റവും 25 അതിദരിദ്രർക്ക് നെല്ലിക്കോട് സ്ഥലം രജിസ്റ്റർ ചെയ്തതിന്റെ ആധാരം കൈമാറ്റവും മന്ത്രി നിർവഹിച്ചു. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, UDF കൗൺസിലർ പാർട്ടി നേതാവ് KC ശോഭിത, പ്രൊജക്ട് കോർഡിനേറ്റർ C സജീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മതസൗഹാർദ്ദം നിലനിർത്താൻ കൂട്ടായുള്ള ഇടപെടലുകൾ വേണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി പള്ളിത്തറ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂർത്തീകരിച്ച പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മതനിരപേക്ഷതയാണ് നമ്മുടെ സൗന്ദര്യമെന്നും മതസാഹോദര്യം നിലനിർത്താൻ കൂട്ടായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തീർത്ഥാടന ടൂറിസം വികസനത്തിന്റെ ഭാഗമായി പള്ളിത്തറ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ച പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം ഇത്തരം കേന്ദ്രങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യം ഉയർത്തിക്കാണിക്കാനാണ് തീർത്ഥാടന ടൂറിസം പദ്ധതികളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ആരാധനാലയങ്ങൾ നാടിന്റെ പൈതൃകം, കല, സംസ്കാരം തുടങ്ങിയവ നിലനിർത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പഴമയുടെ തനിമ ചോരാതെയുള്ള വികസന പ്രവർത്തികൾക്കാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ക്ഷേത്ര ഭാരവാഹികൾ, ജനപ്രതിനിധി, നാട്ടുകാർ തുടങ്ങി എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു. അവരുടെ എല്ലാം കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന ഈ മനോഹരമായ മാറ്റം. ഈ സഹകരണത്തിനും സമർപ്പണത്തിനും അതിന് ഭാഗമായി നിന്ന എല്ലാ
നല്ല മനസ്സുകളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിർമ്മാണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയ ULCCയുടെ TP രാധാകൃഷ്ണൻ, PP ജിതേഷ്, പ്രൊജക്ട് എഞ്ചിനീയർ V അജേഷ്, പദ്ധതിയുടെ രൂപകൽപ്പന നിർവഹിച്ച ജിതിൻ പൊന്നേപ്പറമ്പത്ത്, അനുഷ്ഠാന തിറയാട്ട കലാസമിതി സാരഥി മുരളി വാഴയൂർ, ശില്പി മുണ്ടോളത്തിൽ കിളിയാടി ദേവദാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ഫറോക്ക് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ P ദീപിക, K വിനോദ് കുമാർ, വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത് ശങ്കർ, DTPC സെക്രട്ടറി T നിഖിൽ ദാസ്, വിനോദസഞ്ചാര വകുപ്പ് മേഖല ജോയിന്റ് ഡയറക്ടർ D ഗിരീഷ് കുമാർ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഓർക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. വഴിയോര കച്ചവടക്കാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് മന്ത്രി MP രാജേഷ് വിതരണം ചെയ്തു. 1952 പേർക്കാണ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വെൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് ഒരുങ്ങുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വഴിയോര കച്ചവടക്കാരുടെ ഉന്നമനവും പുനരധിവാസവും ഉറപ്പുവരുത്താൻ കോഴിക്കോട് കോർപ്പറേഷൻ ആവിഷ്കരിച്ച തിരിച്ചറിയൽ കാർഡ് വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 1952 പേർക്കാണ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ 2812 വഴിയോര കച്ചവടക്കാരെയാണ് കണ്ടെത്തിയത്. ഇവർക്കായി നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് നടത്തി നേരിട്ട് ഫോട്ടോ എടുത്ത് വിവരശേഖരണം നടത്തിയാണ് തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയത്. അർഹരായ മുഴുവൻ കച്ചവടക്കാർക്കും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള നടപടികൾ കോർപ്പറേഷൻ സ്വീകരിച്ചു വരികയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം വിവിധ സമയങ്ങളിൽ വഴിയോര കച്ചവടക്കാരുടെ സർവേ കോർപ്പറേഷൻ പൂർത്തീകരിച്ചിരുന്നു. 1627 വഴിയോര കച്ചവടക്കാർക്കാണ് 2017 തിരിച്ചറിയൽ കാർഡ് അനുവദിച്ചത്. കോഴിക്കോട് ബീച്ചിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വെൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 90 വഴിയോര കച്ചവടക്കാർക്കാണ് ഇവിടെ സൗകര്യമൊരുക്കുന്നത്. ഒരേ മാതൃകയിലുള്ള 90 ഉന്തുവണ്ടികളാണ് സോണിൽ പ്രവർത്തിക്കുക. 3.44 കോടി രൂപയാണ് ഇതിനായി ചിലവഴിക്കുക. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ P ദിവാകരൻ, PK നാസർ, PC രാജൻ, C രേഖ, ഡോക്ടർ S ജയശ്രീ, സെക്രട്ടറി KU ബിനി, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഹോം അപ്ലയൻസസിന്റെ കളക്ഷൻ നടക്കാവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി നടക്കും. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായ മൈജി ഫ്യൂച്ചർ നടക്കാവിൽ വരികയാണ്. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ആരും കൊതിക്കുന്ന വിലക്കുറവും മറ്റെങ്ങുമില്ലാത്ത ഓഫറുകളും. മൈജി ഫ്യൂച്ചറിന്റെ വിപുലമായ ഷോറൂം ഈ വരുന്ന ഏപ്രിൽ 26 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യാൻ നടക്കാവിൽ ഞാനെത്തും. ഉദ്ഘാടനം ഏപ്രിൽ 26 ശനിയാഴ്ച രാവിലെ 10-ന്. പ്രോഡക്റ്റുകൾ അനായാസം വാങ്ങാൻ മൈജി സൂപ്പർ EMI, അധിക പരിരക്ഷ നൽകുന്ന മൈജി എക്സ്ട്രാ വാറന്റി, ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസുമായി മൈജി കെയർ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. അപ്പോൾ ഏപ്രിൽ 26 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കാവിൽ കാണാം. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ലഹരി വിരുദ്ധ സന്ദേശവും നടത്തി കാജോ കാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി. പ്രതിജ്ഞയിൽ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. പിന്നീട് 500ഓളം കുട്ടികളുടെ ഗ്രേഡിംഗും നടന്നു. ജീവിതമാണ് ലഹരി,
എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിവിരുദ്ധ സന്ദേശവും നടത്തി കാജോകാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി. നിശാന്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രതിജ്ഞയിൽ കുട്ടികളും രക്ഷിതാക്കളും അടക്കം അനേകം പേർ പങ്കെടുത്തു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജയരാജ് സ്വാഗതം പറഞ്ഞു. രാകേഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാൻഡ് മാസ്റ്റർ ദിലീപ് കുമാർ, രാജു മാപ്പല, സേതുമാധവൻ, സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ലഹരി ഒരു കാലത്ത് മറ്റു കഞ്ചാവ് പോലുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഇന്ന് മാറി രാസലഹരിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ചും മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ കൊച്ചുകുട്ടികളെയാണ്. നാളെ ഈ സമൂഹത്തിന്റെ ഭാഗമായി മാറേണ്ട കുട്ടികളെ ഈ സമൂഹത്തിൽ നിന്ന് അകറ്റി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കനലുകൾ അവരുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാർഷൽ ആർട്സ് എന്നതിനൊക്കെ എതിരായിട്ട് അച്ചടക്കത്തോടെയും അർപ്പണബോധത്തോടെയും പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. പിന്നീട് 500ഓളം കുട്ടികളുടെ ഗ്രേഡിംഗ് നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നവീകരിച്ച ചീർപ്പ് പാലം കിഴക്കുംപാടം തോണിച്ചിറ റോഡ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 1.6 കോടി രൂപ ചിലവഴിച്ചായിരുന്നു നവീകരണം. നവീകരണം പൂർത്തിയാക്കിയ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ചീർപ്പുപാലം കിഴക്കുപാടം തോടിച്ചിറ റോഡ് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വീതി കുറവും മഴക്കാലത്തെ വെള്ളക്കെട്ടും കാരണം ഗതാഗതം ദുഷ്കരമായ റോഡാണ് നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ച് തുറന്നു നൽകിയത്. പൊതുമരാമത്ത് വകുപ്പ് ഫണ്ടിൽ നിന്ന് 1.6 കോടി രൂപ ചിലവിട്ടായിരുന്നു നവീകരണം. റോഡിന് ഇരുവശങ്ങളിലും ഓടകൾ നിർമ്മിച്ച് വീതി കൂട്ടുകയും വശങ്ങൾ കോൺക്രീറ്റ് ഭിത്തി കെട്ടി സംരക്ഷിക്കുകയും ഇന്റർലോക്ക് പാകി സൗകര്യമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ബേപ്പൂർ പുളിമൂട്ട് മുതൽ വട്ടക്കിണർ വരെ റോഡ് വികസനത്തിന്റെ സ്ഥലമെടുപ്പിന് വേണ്ടി 36,67,00,000 രൂപ അനുവദിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റോഡാണ്. റോഡൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ എത്ര നേരം അപ്പുറം നിൽക്കണം എന്നുള്ളത് ആലോചിച്ചാൽ മതി. വീതി കൂട്ടി നല്ല ഡിസൈൻഡ് റോഡായി ആ റോഡ് ഭാവിയിൽ മാറാൻ വേണ്ടി പോവുകയാണ്. അതിന് ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. BC റോഡ് VMNBC നിലവാരത്തിലേക്ക് മാറ്റിയപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നത് ഇനി നവീകരിക്കില്ലേ, വീതി കൂട്ടില്ലേ. VMNBC എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിന് ഒരു 50 ലക്ഷം രൂപ സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ അധികം ചെലവാണ്. പക്ഷെ ദീർഘകാല ഈടിൽ ഒരു 8-10 കൊല്ലത്തേക്ക് ഒരു കുഴപ്പവും വരില്ല. ബേപ്പൂർ ചെറുവണ്ണൂർ റോഡ് സ്ഥലമെടുപ്പിന് വേണ്ടി 11,50,00,000 രൂപ സർക്കാർ അനുവദിച്ച വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർ ഗിരിജ ടീച്ചർ അധ്യക്ഷയായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B ഷിജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ K രാജീവ്, റസാഖ് പള്ളത്ത്, കാർത്തികേയൻ അന്നങ്ങാട്ട്, സതീഷ് കുമാർ നെല്ലിക്കോട്ട്, T ഉണ്ണികൃഷ്ണൻ, P സൈനുദ്ദീൻ, കോഴിക്കോട് റോഡ്സ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ഹാഷിം, റോഡ് വികസന കമ്മിറ്റി സെക്രട്ടറി ശശിധരൻ മേക്കുന്നത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശിവപുരി റെസിഡൻസിന്റെ ആഭിമുഖ്യത്തിൽ ശിവപുരി അങ്കണവാടിയിൽ വെച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ AM സിദ്ദീഖ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ശിവപുരി റെസിഡൻസിന്റെ ആഭിമുഖ്യത്തിൽ ശിവപുരി അങ്കണവാടിയിൽ വെച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് കൗൺസിലർ M ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഫറോക്ക് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ AM സിദ്ദീഖ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. നമ്മൾ ഈ വസിക്കുന്ന ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തില് എന്റെ തൊട്ട വീട് കത്തിപ്പോയാലും ശരി, ബോംബിട്ട് തകർത്താലും ശരി, അത് അവന്റെ വീടല്ലേ, അവിടെ എന്തെങ്കിലും നടന്നോട്ടെ, എനിക്ക് എന്താ എന്നുള്ള രീതിയിലേക്ക് ഒതുങ്ങിക്കൂടിയിരുന്ന നമ്മൾ കുറച്ചു കാലങ്ങളായി, അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ കുറച്ച് സംഗതികൾ മാധ്യമങ്ങളിലും ന്യൂസ് പേപ്പറിലും മറ്റ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പതിവിൽ കവിഞ്ഞ രീതിയിൽ ബോധവാന്മാരായി, നമ്മൾ ശ്രദ്ധാലുക്കളായി ഈ വിപത്ത് നമ്മൾക്കും വന്നു ചേരാം, നമ്മളുടെ വീട്ടിലും വരാം എന്നുള്ള നേരായ രീതിയിലുള്ള തിരിച്ചറിവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് കയറി എന്നതിന് ഉദാഹരണമാണ് ഗിരിജയുടെ ഫണ്ട്.
സെക്രട്ടറി പി എ രാജേഷ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ശിവപുരി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അന്നങ്ങാട്ട് കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു. കെ വി സുരാജ്, പൂജ ആർ നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. റെസിഡൻസ് ഓർഡിനേഷൻ സെക്രട്ടറി കെ സി ബാബു നന്ദി പറഞ്ഞു. കരോക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൗതുക കാഴ്ചകളുമായി സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇതാ നിങ്ങളിലേക്ക്. ഫറോക്ക് മല്ലിക തിയേറ്ററിന് സമീപമുള്ള മലബാർ ടൈൽസ് ഗ്രൗണ്ടിലെ പ്രദർശനത്തിൽ ടണൽ അക്വേറിയം, കാശ്മീർ താഴ്വാരം, ജംഗിൾ, വിദേശ അലങ്കാര പക്ഷികൾ, ഓമന മൃഗങ്ങൾ, മത്സ്യകന്യകമാർ, ഫുഡ് കോർട്ട്, വിപണന സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുതിര സവാരി, ഒട്ടക സവാരി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയാണ് പ്രദർശനം. ജീവകാരുണ്യ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനായി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ സംഘടിപ്പിച്ചത്. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മറ്റു വെറും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ? അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കുന്നു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. കോഴിക്കോട് ബീച്ചിൽ 28 മുതൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളന പ്രചരണാർത്ഥം പെരുവയലിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി. ഏപ്രിൽ 28, 29 തീയതികളിലാണ് STUവിന്റെ ജില്ലാ സമ്മേളനം. മോട്ടോർ തൊഴിലാളി യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കുന്നമംഗലം മണ്ഡലം മോട്ടോർ തൊഴിലാളി യൂണിയൻ പെരുവയൽ ടർഫ് കോർട്ടിൽ സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് വർണ്ണാഭമായ തുടക്കം കുറിച്ചു. ഏപ്രിൽ 28, 29 തീയതികളിലാണ് STUവിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മൊയ്തീൻ കോയ നിർവഹിച്ചു. വളരെ മനോഹരമായ ഒരു ദിവസമാണ് ഇന്ന്. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടെങ്കിലും സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ മോട്ടോർ തൊഴിലാളി യൂണിയന്റെ സമ്മേളനവും വിജയിപ്പിക്കുക, അതിന്റെ പ്രചരണാർത്ഥമാണ് നിയോജകമണ്ഡലം കമ്മിറ്റി ഇങ്ങനെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ കളിയാണ്. ഈ കഴിഞ്ഞ കളി കുറഞ്ഞ സമയം കാണാൻ കഴിഞ്ഞപ്പം നല്ല കഴിവ് തെളിയിച്ച സ്കിൽഡായ ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ് ഇവിടെ കളിക്കുന്നത്. കുന്നമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ കുന്നമംഗലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി നൌഷാദ് PK സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് UA ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി ഹാരിസ് മലബാർ, അനസ് പാലാഴി, റഫീഖ് പെരിങ്ങോളം എന്നിവർ ആശംസകൾ അറിയിച്ചു. മണ്ഡലം ട്രഷറർ ഫൈസൽ പന്തീരങ്കാവ് നന്ദി പ്രകാശിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി കായിക പ്രേമികളും യൂണിയൻ അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. ചുരത്തിലെ കാനനപാതയെ ഭക്തിസാന്ദ്രമാക്കി കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ അണിനിരന്നു. യേശുവിന്റെ പീഡനാനുഭവത്തെ അനുസ്മരിച്ച് ദുഃഖവെള്ളിയാഴ്ച നടന്ന യാത്രയിൽ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും കണ്ണികളായി. ചുരത്തിലെ കാനനപാതയെ ഭക്തിസാന്ദ്രമാക്കി നടന്ന കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ അണിനിരന്നു.
യേശുവിന്റെ പീഡനാനുഭവത്തെ അനുസ്മരിച്ച് ദുഃഖവെള്ളിയാഴ്ച അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും കണ്ണികളായി. വലിയ മരക്കുരിശ് ചുമലിലേറ്റി യേശുവിനൊപ്പം കന്യാമറിയം, ഷിമയോൻ, വെറോനിക്ക തുടങ്ങിയവരുടെ വേഷധാരികളും യാത്രയുടെ മുൻനിരയിൽ അണിചേർന്നു. വിശ്വാസികൾ മരക്കുരിശും കൊന്തയും കയ്യിലേന്തി പ്രാർത്ഥനാപൂർവം 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. ഗാഗുൽത്ത മലയിലേക്കുള്ള യാത്രയിലെ 14 സ്ഥലങ്ങളെ അടയാളപ്പെടുത്തി കുരിശ് സ്ഥാപിച്ച് മെഴുകുതിരി തെളിച്ചു. രാവിലെ മുതൽ ചെറുതും വലുതുമായ സംഘങ്ങൾ അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ പ്രാർത്ഥന നടത്തി ചുരത്തിലെ മലമടക്കുകൾ താണ്ടി തുടങ്ങിയിരുന്നു. കുരിശിന്റെ വഴിയുടെ മുന്നോടിയായി രാവിലെ 7-ന് അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ ഫാദർ ജോയ് ചെറുവത്തൂർ പീഡനാനുഭവ സന്ദേശം നൽകി. ഫാദർ ജോസി താമരശ്ശേരി ദുഃഖവെള്ളി സന്ദേശം നൽകി. അടിവാരത്ത് നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി ചുരം താണ്ടി 1:30-ന് ലക്കിടി മൗണ്ട് സീനായ് ദേവാലയത്തിൽ സമാപിച്ചു. ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടത്തിൽ, ഫാദർ ഷിൻഡോ അരയാനിക്കൽ, ഫാദർ അൻവിൻ മണ്ണൂർ, ഫാദർ ടിജോ, ജോസ് അഗസ്റ്റിൻ കീപ്പുറത്ത്, ജോവിത് താഴത്ത് പറമ്പിൽ, സിസ്റ്റർ ജീന, ടിൻഡു ജേക്കബ് എന്നിവർ പീഡനാനുഭവ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ലക്കിടി മൗണ്ട് സീനായിൽ സമാപന പ്രാർത്ഥനയും തിരുശേഷിപ്പ് ആശീർവാദവും നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോട് NITക്കടുത്തുള്ള അരിക്കുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചാണ് പ്രൊഫസർ വർഗീസ് മാത്യുവിനെ ആദരിച്ചത്. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളിലെ 700 സംസ്കൃത ശ്ലോകങ്ങളും അതിന്റെ മലയാളം പരിഭാഷയും സ്വന്തം കൈപ്പടയിൽ എഴുതിയതിനാണ് പ്രൊഫസർ വർഗീസ് മാത്യുവിനെ ആദരിച്ചത്. ക്ഷേത്രം തന്ത്രി പാതിരിശ്ശേരി ശ്രീകുമാരൻ നമ്പൂതിരി പൊന്നാടയും മെമന്റോയും നൽകി. ക്ഷേത്രോത്സവ കമ്മിറ്റി ചെയർമാൻ കൃഷ്ണദാസ് മണ്ണിലിടം, വേണു നായർകുഴി, രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ O മോഹൻദാസ്, ഭക്തിഗാനം സമർപ്പിച്ച N ദിവാകരൻ, മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗം V വിശ്വംഭരൻ എന്നിവരും സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ-സ്മാർട്ട് വന്നിട്ടും ചില ഉദ്യോഗസ്ഥർ അഴിമതിക്ക് ശ്രമിക്കുന്നു എന്ന് മന്ത്രി MB രാജേഷ്. മതസൗഹാർദ്ദം നിലനിർത്താൻ കൂട്ടായ ഇടപെടലുകൾ വേണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വഴിയോര കച്ചവടക്കാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. 1952 പേർക്കാണ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തത്. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിവിരുദ്ധ സന്ദേശവും നടത്തി കാജു കാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.